ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ നമ്മളും ഇവിടെ സുഖമായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നമ്മളൊരു ചെറിയൊരു വ്ളോഗാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. ഒരു ലഞ്ച് വ്ളോഗാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെന്തെങ്കിലും സ്മൈലിയോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങളോട് കഴിഞ്ഞ വ്ളോഗിലും കമൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ഭയങ്കര മടിയല്ലേ എല്ലാവർക്കും കമൻറ്റ് ചെയ്യാൻ. അപ്പോൾ നിങ്ങളെ പറ്റുന്ന പോലെ സ്മൈലിയോ എന്തെങ്കിലും ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അങ്ങ് കമൻറ്റ് ആക്കാം. പിന്നെ ലൈക്കും കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് നമ്മളെ മക്കൾസ് എല്ലാം സ്കൂളിൽ പോയി ആ ഒരു ടൈമിനാണ് കേട്ടോ വ്ളോഗ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇന്ന് സത്യം പറഞ്ഞാൽ വ്ളോഗ് എടുക്കണം എന്നൊന്നും വലിയൊരു പ്ലാനിങ് ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മളെ കസിൻസ് പ്രത്യേകിച്ച് നമ്മൾ ഉച്ചയ്ക്ക് അങ്ങനെ ഫുഡൊന്നും ആക്കലില്ല കേട്ടോ ഇവിടെ. കാരണം മക്കൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് നമ്മൾ ഉച്ചക്കും ഇങ്ങനെ കഴിക്കൽ. പിന്നെ നമുക്ക് മാത്രമായിട്ട് അങ്ങനെ ഒരു ലഞ്ചൊന്നും റെഡിയാക്കലൊന്നുമില്ല. അപ്പോൾ ഇന്ന് നമ്മൾ കസിന് ടൗണിൽ പോയ ടൈമിൽ അവർ വിളിച്ചിട്ടുണ്ടായി നമ്മൾ ഉച്ചക്കേക്ക് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയിട്ടില്ല, പെട്ടെന്ന് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. ഇതെല്ലാം ആക്കിയിട്ട് അങ്ങനെ പെട്ടെന്നാക്കി എടുത്തതാണ് ഈ ഒരു ലഞ്ചെല്ലാം. അപ്പോൾ ഇതാ പ്രത്യേകിച്ചൊന്നുമില്ല, സിമ്പിളാണ് കേട്ടോ. നമ്മൾ നെയ്ച്ചോറ്, അതുപോലെ തന്നെ നെയ്ച്ചോറിന് നല്ലൊരു കോംബോ ആണ് കേട്ടോ. ചിക്കൻ ഫ്രൈ, അതുപോലെ തന്നെ ആ ഒരു പരിപ്പിൻ്റെ ആ ഒരു ദാൽ കറി ഉണ്ടല്ലോ, അപ്പോൾ അതാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ രാവിലത്തെ പണികളെല്ലാം കഴിഞ്ഞ് നല്ല ഫ്രീ ആയിട്ടിരിക്കുമ്പോഴാണ് കേട്ടോ അവർ വിളിച്ചിട്ടുണ്ടായത്. നമ്മൾ രാവിലെ മക്കളെല്ലാം പോയി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ എല്ലാ വ്ളോഗിലും കാണുന്നില്ലേ, രാവിലത്തെ ആ ഒരു പണിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ വരുന്നവരെ അത്യാവശ്യം നല്ല ഫ്രീ ടൈമാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ പിന്നെ വേഗം തന്നെ നമ്മളിതാ ഫ്രിഡ്ജിൽ നിന്ന് ചിക്കനെല്ലാം എടുത്ത് അവർ വിളിച്ചാടുന്ന ചിക്കനെല്ലാം എടുത്തിട്ട് ഒന്ന് പുറത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നെയ്ച്ചോറും കറിയും നമ്മളെ ഗീ റൈസ് അങ്ങനെ ഇതിലാക്കുമ്പോൾ ഉണ്ടല്ലോ, തലേ ദിവസം നമ്മൾ നെയ്ച്ചോറും ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായത്. അപ്പോൾ അതിൻ്റെ തന്നെ ബാലൻസ് അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ വിളിച്ചു നല്ല പരിപ്പ് കറിയും നല്ലൊരു കോംബോ ആണ് കേട്ടോ. അത് നമ്മളിങ്ങോട്ടെല്ലാം അങ്ങനെ പരിപ്പ് കറി, നെയ്ച്ചോറ്, ചിക്കൻ ഫ്രൈയോ ബീഫ് ഫ്രൈ അങ്ങനെ എല്ലാം ആയിട്ട് നല്ല അടിപൊളിയായിട്ടെല്ലാം എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതാ ഫസ്റ്റ് തന്നെ നമ്മൾ ചിക്കനെല്ലാം ഒന്ന് കഴുകി ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ ചിക്കൻ ഫ്രൈൻ്റെ ആ ഒരു റെസിപ്പി കാണിക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ. അപ്പോൾ ഇതാ ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പിലയും കൂടി എടുത്തിട്ട് ഒന്ന് മിക്സിയിലൊന്ന് ബ്ലെൻഡാക്കി എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതാ നമ്മൾ ഈ ഒരു ചിക്കനിലേക്ക് ഈ ഒരു സംഭവം ഇട്ട് കൊടുക്കാം കേട്ടോ. അത്ര ഓവറായിട്ട് പേസ്റ്റാക്കി എടുക്കുകയൊന്നും വേണ്ട കേട്ടോ ഈ ഒരു മസാല. ഇനിയിപ്പോൾ ഇതാ നമ്മൾ ചിക്കനിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കലാണ്. അപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നമ്മളെ കാശ്മീരി മുളക് പൊടി ഉണ്ടല്ലോ, അപ്പോൾ അത് നല്ലൊരു റെഡിഷ് കളറും കിട്ടും. നല്ലൊരു അതിൻ്റെ ചെറുതായിട്ടുള്ളൊരു ഫ്ലേവർ വരുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ലെമൺ ജ്യൂസും കൂടി ചേർക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു ലെമൺ ജ്യൂസും കൂടി ചേർക്കുക. ഇല്ലെങ്കിൽ നമുക്ക് വിനീഗർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ തൈര് ഉണ്ടെങ്കിൽ തൈരും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കുക. അപ്പോൾ ഇതും കൂടി ചേർത്തിട്ട് മൊത്തത്തിലൊന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ വേണമെങ്കിൽ നമുക്ക് കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ചിക്കൻ ഫ്രൈ എല്ലാം ഇങ്ങനെ പല രീതിയിലും ഫ്രൈ ചെയ്തെടുക്കുന്നതല്ലേ. അപ്പോൾ ഇതൊരു സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ് കേട്ടോ ഇത്. അങ്ങനെ കുറേ ടൈപ്പ് ഉണ്ട്. ചില ആൾക്കാർ ഇതിൽ നല്ല നാടൻ വെളിച്ചെണ്ണയിൽ നമ്മൾ ആ ഒരു കോക്കനട്ട് ഓയിൽ ചേർക്കും. അതുപോലെ തന്നെ ആ ഒരു കോൺഫ്ലവറിൻ്റെ മിക്സ് അത് ചേർക്കും. അങ്ങനെ പല ടൈപ്പിലും ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ സിമ്പിളായിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ ഇത്. അപ്പോൾ പിന്നെ പെട്ടെന്ന് ഇങ്ങനെ വേഗമാക്കുന്നതല്ലേ, അപ്പം ആ ഒരു വേഗത്തിലാക്കാൻ പറ്റിയിട്ടുള്ളൊരു മസാലയാണ് കേട്ടോ ഇത്. ഇനിയിപ്പോൾ ഇത് അതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. കാരണം നമുക്ക് അത് ഫ്രൈ ചെയ്യാനായിട്ട് മസാല ഇട്ട് വെച്ചാലുണ്ടല്ലോ, ബാക്കിയുള്ള പണികളെല്ലാം നമുക്ക് വേഗം തന്നെ ചെയ്ത് കൊടുക്കാമല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിലായിട്ട് തന്നെ ഞാൻ അതിനായിട്ടുള്ള പാത്രങ്ങളെല്ലാം ആ ഒരു ടൈമിന് തന്നെ കഴുകി വെക്കുന്നുണ്ട്. പിന്നെ ഇല്ലേ നമ്മൾ കിച്ചണിലെല്ലാം കയറുന്ന ടൈമിലുണ്ടല്ലോ, നമ്മൾ കിച്ചൺ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി എല്ലാം നല്ല സെറ്റ് ചെയ്ത് വെച്ചിട്ടാകുമ്പോൾ നമ്മളെന്തെങ്കിലും കുക്ക് ചെയ്യാനെല്ലാം വരുമ്പോൾ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. കാരണം ഒന്നും ഇങ്ങനെ നിറഞ്ഞിട്ടൊന്നുമില്ല, നല്ല ക്ലീൻ ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിൽ വല്ലാത്തൊരു ഹാപ്പിനെസ്സാണ്. നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാനും എല്ലാം ഓട്ടോമാറ്റിക്കലി നമുക്ക് തോന്നും കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിലായിട്ട് തന്നെ നമ്മളെ പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. അങ്ങനെ കൂടുതൽ പാത്രങ്ങളൊന്നും ഇല്ല കേട്ടോ. കാരണം നമ്മളിപ്പോൾ സ്റ്റാർട്ടാക്കിയതുകൊണ്ട് തന്നെ വലിയ പാത്രങ്ങളൊന്നുമില്ല, ആയ ഒരു പാത്രം മാത്രമേ കഴുകിയെടുക്കാനല്ലേ ഉള്ളൂ. അപ്പോൾ ഇതാ മൊത്തം അവിടെയെല്ലാം ഒന്ന് ക്ലീനാക്കി അതിൻ്റെ ആ ഒരു വേസ്റ്റും കാര്യങ്ങളെല്ലാം കളഞ്ഞൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിലായിട്ട് തന്നെ നെയ്ച്ചോറും കൂടി ഉണ്ടാക്കിയെടുക്കാമല്ലോ. അപ്പം നെയ്ച്ചോറിൻ്റെ പാത്രങ്ങളെല്ലാം ഉമ്മാക്കി ഒന്ന് കഴുകി കൊടുക്കലാണ് കേട്ടോ ഇത്. അപ്പോൾ നെയ്ച്ചോറെല്ലാം ഉമ്മ തന്നെയാണ് കേട്ടോ കൂടുതൽ ഉണ്ടാക്കൽ. പിന്നെ ഞാനും ഉണ്ടാക്കും. പിന്നെ ഉമ്മ ഇല്ലാണ്ട് കഴിഞ്ഞാൽ ഉമ്മാവും വേഗം ഫാസ്റ്റിലെല്ലാം ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ കുക്ക് ചെയ്യുന്ന ടൈമിൽ നമ്മൾ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പാക്കിയിട്ട് അങ്ങനെയാണ് കേട്ടോ ചെയ്യൽ. അതെല്ലാവരും അങ്ങനെ തന്നെയല്ലേ. നമ്മൾ
എന്താണ് ഉമ്മമാരുണ്ടെങ്കിൽ അവർക്ക് നമ്മളെല്ലാം കട്ടിങ്ങും എല്ലാം ആക്കി കൊടുക്കും. നമ്മളെ മെയിൻ പരിപാടി ക്ലീനിങ് ആയിരിക്കും. കാരണം പാത്രം കഴുകൽ അതാക്കൽ ഇതാക്കൽ അതുപോലെ തന്നെയാണ് കേട്ടോ. നമ്മൾ രണ്ടാളും മാറി മാറി എല്ലാം ചെയ്യലാണ്. ഇനിയിപ്പോൾ ഇതാ നമ്മൾ നെയ്ച്ചോറിൻ്റെ അരിയെല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ തലേന്നത്തെ ഒരു ഗീ റൈസ് തന്നെ കുറച്ച് ബാക്കിയുണ്ട് കേട്ടോ ഇല്ലത്. അപ്പോൾ അത് അങ്ങനെ തന്നെ അവിടെ ചൂടാക്കി വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ നമുക്ക് ഇന്നും ഭയങ്കര മടിയാണ് നെയ്ച്ചോറ് ഉണ്ടാക്കാനും. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ആരെങ്കിലും വരുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു എനർജിയാണ്. ആരെങ്കിലും വരുന്നതെന്നെല്ലാം പറഞ്ഞിട്ട് വിളിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ. ഇനി എന്ത് ഫുഡായിക്കോട്ടെ, വലിയ സ്പെഷ്യലൊന്നും വേണമെന്നില്ല, എന്നാലും ആ ഒരു സിമ്പിളായിട്ടാണെങ്കിലും എന്തെങ്കിലും ഉണ്ടാക്കാൻ എല്ലാവർക്കും ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കും. ഇനിയിപ്പോൾ ഇതാ ഞാൻ ആ ഒരു അരിയെല്ലാം ഒന്ന് എടുത്ത് ഒന്ന് കഴുകി സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മളെ പരിപ്പ് കറി ഏകദേശം സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് സിമ്പിളാണ് കേട്ടോ ഈ ഒരു പരിപ്പ് കറി. എനിക്ക് തോന്നുന്നു എല്ലായിടത്തും ഇങ്ങനെ ആയിരിക്കും, പക്ഷെ നമ്മൾ ഇങ്ങോട്ട് വെക്കുന്നത് വേറെ സ്റ്റൈല്, ഓരോരോ നാട്ടിലും ഓരോ രീതിയിലായിരിക്കും വെക്കൽ. അപ്പോൾ ഇതൊന്നുമില്ല, നമ്മൾ തക്കാളി, ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി അതെല്ലാം ഈ ഒരു പരിപ്പിലേക്ക് മുറിച്ചിട്ട് കൊടുത്തിട്ട് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. ലാസ്റ്റ് നമ്മൾ ഉള്ളിയില്ലേ, അപ്പോൾ ആ ഒരു ഉള്ളിയിൽ ജസ്റ്റ് നമ്മൾ ആ ഒരു നാടൻ വെളിച്ചെണ്ണയിൽ ഒന്ന് കാച്ചിയെടുത്താൽ നമ്മളെ പരിപ്പ് കറി സെറ്റായിട്ടാ. നല്ല ടേസ്റ്റാണ്, സിമ്പിളാണ് കേട്ടോ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇതാ പരിപ്പ് കറി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ ഇടയിലായിട്ട് നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കാനായിട്ട് അതെല്ലാം ഒന്ന് വെജീസെല്ലാം ഒന്ന് കട്ടാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ എന്താക്കി, വേഗം തൈരും കൂടി സെറ്റാക്കി എടുത്ത്. കാരണം അതെല്ലാം റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ പണി തീർന്നില്ല. നമ്മൾ എല്ലാം അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് ഓരോരോ പണികൾ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നമ്മളെ പണിയെല്ലാം വേഗം അങ്ങ് തീരും. നേരെ കുറച്ച് ഒന്നെടുത്ത് പിന്നെ കുറച്ചൊന്ന് ഇങ്ങോട്ട് പോയി അങ്ങനെയൊന്നും ആക്കരുത്. നമ്മൾ വേഗത്തിൽ തന്നെ നമ്മളെ പണി തീർക്കണമെങ്കിൽ ആ ഒരു രീതിയിൽ തന്നെ നമ്മളെല്ലാം സാധനങ്ങളെല്ലാം നമ്മളെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിനെല്ലാം നമ്മളെ ചിക്കൻ നല്ല പോലെ റെസ്റ്റ് ആകുന്നുണ്ട്. കാരണം ആ ഒരു ടൈമിലെല്ലാം നമ്മളെ ചിക്കനിൽ നല്ല മസാലയെല്ലാം പിടിച്ച് നല്ല സെറ്റായി കിട്ടുമല്ലോ. അപ്പോൾ ഇത് അതിൻ്റെ ഇടയ്ക്കിലും ഞാൻ 2-3 പാത്രങ്ങളെല്ലാം അങ്ങ് കഴുകി വെക്കലാണ് കേട്ടോ. കാരണം എല്ലാം കഴുകി വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ നമ്മൾ കുക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഏകദേശം നമ്മളെ പാത്രം കഴുകലും അതെല്ലാം അങ്ങ് കഴിയുമ്പോൾ നല്ലൊരു സമാധാനമാണ്. പിന്നെ ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറില്ലേ, അപ്പോൾ ഇതെല്ലായിടത്തും ഇപ്പം എടുക്കാൻ വരുന്നുണ്ടല്ലോ. അപ്പോൾ ഇതെല്ലാം നമ്മളിങ്ങനെ ഈ ഒരു തൈരിൻ്റെയും അതുപോലെ തന്നെ പാലെല്ലാം വാങ്ങിയതുണ്ടെങ്കിൽ ഇങ്ങനെ ക്ലീൻ ആക്കിയിട്ട് ആ ഒരു ചുമരിനിങ്ങനെ പറ്റിച്ചു കൊടുക്കലാണ്. എന്നാൽ അതിൻ്റെ വെള്ളമെല്ലാം അങ്ങ് ഊർന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കതെടുത്തിട്ടൊരു പാക്കിലാക്കിയിട്ട് അങ്ങ് വെച്ചാൽ മതിയല്ല. ഇനിയിപ്പോൾ ഇതാ നമ്മൾ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നാടൻ വെളിച്ചെണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കട്ടെ, എന്നാൽ അത് നാടൻ ടേസ്റ്റിൽ കിട്ടൽ. അതുപോലെ നമ്മളിങ്ങനെ എന്ത് കുക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ആ ഒരു ഓരോരോ ഫുഡിനും ഓരോരോ രീതിയിലായിരിക്കും ഓയിലെല്ലാം യൂസ് ആക്കൽ. അപ്പോൾ ഇങ്ങനത്തെ നമ്മൾ നാടൻ രീതിയിൽ ചെയ്യുന്നതിനെല്ലാം നമ്മൾ നാടൻ വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യുക. അപ്പോൾ ഇതാ നമ്മളെ വെളിച്ചെണ്ണ ഒന്ന് നല്ല ചൂടായി വരുമ്പം തന്നെ നമ്മൾ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം ഞാൻ വിചാരിച്ചു ചിക്കൻ എല്ലാം കൂടി ഇലങ്ങ് ഫ്രൈ ചെയ്തെടുക്കാമെന്ന്. അപ്പം പിന്നെ സെറ്റായിട്ടില്ല. അപ്പോൾ ഞാൻ എന്താക്കി കുറച്ചിട്ടിട്ട് ബാക്കി അങ്ങനെ തന്നെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ലാസ്റ്റ് ടൈമാണ് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അപ്പുറത്തെ സൈഡിൽ ഉമ്മ നെയ്ച്ചോറും റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മളെ നെയ്ച്ചോറെല്ലാം നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നെയ്ച്ചോറും പെട്ടെന്ന് തന്നെ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം നമ്മൾ ഒരുമിച്ച് അപ്പുറവും ഇപ്പുറവും എല്ലാം ആക്കിയിട്ട് അങ്ങനെ വേഗത്തിൽ റെഡി ആയി കഴിഞ്ഞാലുണ്ടല്ലോ നമ്മളെ അടുക്കളപ്പണി, അതായത് നമ്മളെ കിച്ചണിലുള്ള ആ ഒരു ഡ്യൂട്ടി അങ്ങ് പെട്ടെന്ന് തന്നെ കഴിയൂട്ടാ. നമ്മളിനി ഏത് നോർമൽ ടൈം ആണെങ്കിലും നമ്മൾ ഒരുപാട് നേരം നമ്മൾ കിച്ചണിൽ തന്നെ സ്പെൻഡ് ആക്കിയിട്ട് നമ്മൾ ടൈം വെറുതെ വേസ്റ്റാക്കി കളയാൻ പാടില്ല. പെട്ടെന്ന് ആ ഒരു ടൈമിൽ ഇറങ്ങി വേഗം തന്നെ അങ്ങ് ഫുഡും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കി കിച്ചൺ അങ്ങ് ക്ലീൻ ആക്കി ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ പണിയെല്ലാം അങ്ങ് കഴിഞ്ഞു. പിന്നെ നമുക്ക് ഇടയ്ക്ക് വന്ന് ഫുഡ് കഴിക്കേണ്ട ആവശ്യമില്ലും വരുന്നില്ലോ. ഇത് എപ്പോഴും നമ്മൾ ഈ കിച്ചണിൽ തന്നെ നിൽക്കുമ്പം എനിക്കത് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു പണികളെല്ലാം കഴിഞ്ഞ് വേഗം കിച്ചണെല്ലാം ക്ലീൻ ആക്കിയിട്ട് പിന്നെ ആരെങ്കിലും വരുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് തന്നെ എന്തെങ്കിലും പെട്ടെന്നല്ല നമുക്കിങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി കഴിച്ചാലോ എന്നെല്ലാം തോന്നൽ. അപ്പോൾ അങ്ങനെ അപ്പോൾ ഇതാ നമ്മളെ ചിക്കനും എല്ലാം ഫ്രൈ ചെയ്തെടുത്ത് പിന്നെ അതിൻ്റെ ഇടയിലായിട്ട് തന്നെ അവർ വന്ന് ഫുഡെല്ലാം കഴിച്ചിട്ട്. അപ്പോൾ ഈ ഒരു ടൈമെല്ലാം ഫാത്തിമ നല്ല ഉറക്കാണ്. അപ്പോൾ ആ ഒരു ടൈമിന് തന്നെ ഉമ്മ ഫാത്തിമാനെ കുളിപ്പിച്ചിട്ട് ഉണ്ടായിന്. അപ്പോൾ പിന്നെ കുളിപ്പിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ ബേബീസെല്ലാം നല്ല പോലെ ഉറങ്ങും. അവരൊന്ന് ഫ്രഷായി കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഉറക്കമായിരിക്കും അവർക്ക്. പിന്നെ കുറച്ച് സമയത്തേക്ക് ഒന്നും ഉണ്ടാവില്ല, നല്ല ഉറക്കമായിട്ട് ആ ഒരു ടൈമിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാനില്ലാത്ത പണികളെല്ലാം ചെയ്യാനും പറ്റും. അപ്പം എൻ്റെ കസിൻ്റെ മോളാണ് കേട്ടോ. അയാൾ വീഡിയോ എടുക്കുന്നതായിട്ട് ഇങ്ങനെ നോക്കുക നാൾ. ഇനിയിപ്പോൾ ഇതാ അവരങ്ങനെ പോകാനെല്ലാം ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ കുറച്ച് സമയം അവരുണ്ടായിട്ടില്ല കേട്ടോ. അവരും മക്കളെല്ലാം സ്കൂളിൽ നിന്ന് വരുന്നതുകൊണ്ട് തന്നെ അവരും പെട്ടെന്ന് തന്നെ പോയിട്ടുണ്ടായിന്.
ഇനിയിപ്പോൾ ഇതാ അവർ പോയതിന് ശേഷം പിന്നെ എന്താ പരിപാടി, പിന്നെ പ്രത്യേകിച്ചൊന്നും പരിപാടിയൊന്നും ഇല്ല കേട്ടോ. നമ്മൾ കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് എടുത്ത് അപ്പോഴത്തേക്ക് ഫാത്തിമ എല്ലാം ഉറങ്ങി എഴുന്നേറ്റലുണ്ടായിന് കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാം ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം ഉമ്മ എല്ലാം റെഡിയാക്കിയിട്ടുണ്ടായിന്. പിന്നെ ഫാത്തിമ എഴുന്നേറ്റോണ്ട് തന്നെ പിന്നെ ഓളെ ഫീഡാക്കി, പിന്നെ ഓളെ ഉറക്കി. പിന്നെ ഞാനും കുറച്ച് സമയം ഉറങ്ങിയെല്ലാം ചെയ്തിട്ടാ. ഞാനങ്ങനെ പകലൊന്നും ഉറങ്ങിയില്ല. പക്ഷേ ഇന്നെന്തോ ഫുഡെല്ലാം കഴിച്ചിട്ട് ഒന്ന് കിടന്ന് റെസ്റ്റ് എടുത്ത് പിന്നെ നമ്മളിതാ നേരെ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. വൈകുന്നേരം മക്കളെല്ലാം വന്നതിന് ശേഷം പിന്നെ നമ്മളൊന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ ഇത്. അപ്പോൾ ഇവിടെ നമ്മളെ വഴുതനങ്ങയെല്ലാം ഞാൻ കഴിഞ്ഞ ഏതെല്ലോ വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടായിട്ട് എല്ലാം ഒന്ന് പിടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഭയങ്കര പുഴുവിൻ്റെ ശല്യങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. ഇത് ഏകദേശം വൈകുന്നേരം ആയിട്ടുണ്ടായിന്. പിന്നെ നമ്മൾ വലിയ കൃഷിയും കാര്യങ്ങളൊന്നും വലിയൊരു ഐഡിയ ഒന്നുമില്ല. അപ്പോൾ ഒന്ന് വർക്കാവുമെന്ന് നോക്കാൻ വേണ്ടിക്കെല്ലാം ഒന്ന് നട്ടുകൊടുത്തതാണ് കേട്ടോ. മാഷാ അല്ലാ എല്ലാം പിടിച്ചെല്ലാം വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനത്തെ എല്ലാം ഐറ്റംസ് എല്ലാം നട്ട് കഴിഞ്ഞാൽ നമ്മൾ നല്ലോണം നോക്കുന്നതിനനുസരിച്ചായിരിക്കും നമുക്ക് ഇങ്ങോട്ടേക്കും അവരിതെല്ലാം തരുത്ത്. അപ്പോൾ ഇതാ അതിനെ മൊത്തത്തിലൊന്ന് പുഴുവെല്ലാം കയറിയിട്ട് അതെല്ലാം ഇലയെല്ലാം ഒന്ന് കട്ടായി കൊടുക്കലാന്ന്. പിന്നെ ഇനി പുഴുവെല്ലാം കയറിക്കഴിഞ്ഞാൽ ഇലയെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. കാരണം അതെല്ലാം കട്ടാക്കി കഴിഞ്ഞാലെല്ലാം ഒന്ന് പോയി പുതിയതായിട്ട് ഇലയെല്ലാം വരുമല്ലോ. പിന്നെ നമുക്ക് കുറേ എന്തല്ലോ പച്ചക്കറിയെല്ലാം നടണം എന്നെല്ലാം വലിയ ആശയുണ്ട്. പക്ഷെ ഒന്നും നടക്കുന്നില്ല. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ, വീഡിയോനെ കുറിച്ചിട്ടില്ലേ, ഇനി ഈ വീഡിയോ അല്ല ഏത് വീഡിയോസ് ആണെങ്കിലും അതിനെക്കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളും എല്ലാം നിങ്ങൾ കമൻ്റ് ആക്കട്ടോ. നിങ്ങൾ കമൻ്റെല്ലാം വായിക്കാൻ നല്ലൊരു പാങ്ങാന്ന്. മുമ്പെല്ലാം ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ വീഡിയോസിൽ ഒരുപാട് വീഡിയോസ് ഞാൻ എൻ്റെ യൂട്യൂബിൽ നിന്ന് കളഞ്ഞിട്ടുണ്ടായിന് കേട്ടോ. ആ ഒരു ടൈമിനെല്ലാം ഒരുപാട് നിങ്ങൾ കമൻറ്റും ചെയ്യലുണ്ട്. അപ്പോൾ ഇപ്പം കുറേ ആൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല അങ്ങനെയെല്ലാം പറയുന്നത്. ഞാനിപ്പം എല്ലാം ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തതല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ നോട്ടിഫിക്കേഷനൊന്നും വരുന്നില്ല, അങ്ങനെയെല്ലാം പരാതിയുണ്ട്. അപ്പോൾ എന്താണെന്നറിയില്ല കേട്ടോ എനിക്കും. കാരണം ഞാൻ ഒരുപാട് നാളായില്ലേ വീഡിയോസെല്ലാം അങ്ങനെ ചെയ്തിട്ട്. അപ്പോൾ ഇപ്പോൾ എല്ലാം ഒന്ന് പൊടി തട്ടി എടുത്തതുകൊണ്ടായിരിക്കും ചിലപ്പം അങ്ങനെ സംഭവിച്ചത്. അപ്പോൾ നിങ്ങൾ മാക്സിമം വീഡിയോ കാണുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളെ ഫ്രണ്ട്സ് ഫാമിലിക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാത്രം എല്ലാം ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ അതിൻ്റെ ഇടയിലായിട്ട് നമ്മളെ പൊങ്ങുണ്ടല്ലോ, അപ്പം പൊങ്ങും ഇങ്ങനെ വളപ്പിലേ നടന്നേരം കിട്ടിയിട്ടുണ്ടായിന് കേട്ടോ. ഇനിയിപ്പോൾ പൊങ്ങെല്ലാം ഒന്ന് പൊട്ടിച്ച് വെക്കലാണ്. അപ്പോൾ ഇതിലത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് അല്ലേ ഇതെല്ലാം കഴിക്കാനായിട്ട്. ശരിക്കും നാട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിതെല്ലാം കിട്ടും. ആ ഒരു പ്രകൃതിനെല്ലാം തൊട്ടറിഞ്ഞ് ജീവിക്കണമെങ്കിൽ നമ്മളെ പ്രവാസ ജീവിതം തീരെ പറ്റൂല. നാട്ടിലത്തെ ആ ഒരു തണുപ്പും ആ ഒരു ഇത് വേറെ തന്നെ ഒരു വൈബാണല്ലേ. പക്ഷെ എത്രയോ ആൾക്കാർ പ്രവാസിയായിട്ട് കഴിയുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അപ്പം ഞാൻ എൻ്റെ കാര്യമാണ് കേട്ടോ പറഞ്ഞത്. എനിക്ക് കൂടുതൽ ഇഷ്ടം നാട്ടിൽ തന്നെയാണ്. നാട്ടിലത്തെ ആ ഒരു പച്ചപ്പും ഇതെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഇനിയിപ്പോൾ പ്രവാസികളായ ആരും എന്നൊന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കാരണം ഞാൻ എൻ്റെ കാര്യമാണ് കേട്ടോ പറഞ്ഞത്. എനിക്ക് പ്രത്യേകിച്ച് നാട്ടിലത്തെ ആ ഒരു വൈബെല്ലാം ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഇതാ പൊങ്ങ് അത്യാവശ്യം നല്ല കട്ടിയാണ് കേട്ടോ. ഇത് പൊട്ടിച്ചെടുക്കാനും നല്ല പണിയുണ്ട്. അപ്പം വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നെക്സ്റ്റ് നല്ല നല്ല വ്ളോഗ്സും റെസിപ്പീസും എല്ലാം ആയിട്ട് വരാം കേട്ടോ ഇൻഷാ അല്ലാ. പിന്നെ വേറെ നമ്മൾ വഴുതനങ്ങയും ഒന്ന് പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതും ഞാൻ പറഞ്ഞില്ലേ നല്ലപോലെ പുഴുവും കാര്യങ്ങളെല്ലാം ഈനും ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ചിലതെല്ലാം നല്ല ഉണ്ടായത്, ചിലത് നല്ല ആകെ 3 തന്നെ കിട്ടിയിട്ടില്ല. അപ്പോൾ അതിൽ ഒന്ന് മൊത്തം പുഴുവുണ്ടായിരുന്നു. പിന്നെ ബാക്കിയിൽ 1.5 പീസാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായത്. എന്നാലും കുഴപ്പമില്ല, നമ്മളെ മുറ്റത്ത് നിന്ന് പറിച്ചിട്ട് ആ ഒരു കിട്ടുമ്പം നമുക്ക് നല്ലൊരു ഹാപ്പിനെസ് അല്ലേ കിട്ടൽ. നമ്മൾ എന്ത് സാധനം ഇങ്ങനെ നട്ടുകൊടുത്തിട്ട് അതിനെ പിടിച്ചിട്ട് ആ ഒരു കായെല്ലാം കാണുമ്പം വേറെ തന്നെ ഒരു സന്തോഷമാണ്. അപ്പം വേറെ ഒന്നുമില്ല. ടാറ്റാ ബൈ ബൈ, അസ്സലാമു അലൈക്കും.